നമസ്കാരം. ഞാൻ ആക്ച്വലി ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം, അതായത് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ ടെക്നോളജി ലെവലിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്. ഇൻഡസ്ട്രി 4.0 രീതിയിലാണ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇപ്പം അതായത് ഇതിൽ വരുന്നത് ഒന്ന് 3D പ്രിൻറ്റിങ്, 3D സ്കാനിങ്, റോബോട്ടിക്സ്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാലും 3D പ്രിൻറ്റിങ് ആയിക്കഴിഞ്ഞാലും, ഇപ്പോൾ അതേപോലെ CNC ആയിക്കഴിഞ്ഞാലും എല്ലാം, അതായത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ആണല്ലോ. അപ്പോൾ CNC എല്ലാം ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടെടുത്തോളം മെയിനായിട്ട് ഇവർ ആക്ച്വലി ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ട്രെയിനിങ് സെൻറ്ററിലെല്ലാം പബ്ലിസിറ്റി ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് ഇവർക്കൊന്നും ഇൻഡസ്ട്രി ലെവലിൽ ഒരു ഇതിലും ഇൻഡസ്ട്രി ലെവലിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇത് ട്രെയിൻ ചെയ്തത്. അതായത് 3D പ്രിൻറ്റിങ് ആയിക്കഴിഞ്ഞാലും, 3D സ്കാനിങ് ആയിക്കഴിഞ്ഞാലും, അതേപോലെ CNC ആയിക്കഴിഞ്ഞാൽ, റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിലും. റോബോട്ടിക്സിലും CNCയിലെല്ലാം വെച്ചിട്ട് ഇഷ്ടംപോലെ ടീമുകളാണ്. അതായത് അവിടെ ക്ലാസ് എടുക്കുന്ന ടീമുകളെ കാര്യം പറയണ്ട. ഞാൻ കണ്ട് അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത് ഇട്ടതിന് ശേഷം ഞാൻ പറയും ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. എന്നതിൽ ഇങ്ങനെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ കുട്ടികളെ ഭാവി കളയാൻ നിൽക്കല്ല. അതായത് ഇപ്പോൾ CNC ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ചില ഫാക്കൽറ്റിക്കൊന്നും ഒരു CNC ഇൻഡസ്ട്രി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് മെഷീൻസും ഇല്ല, ഒന്നുമില്ലാണ്ട് ട്രെയിൻ ചെയ്തിട്ട് കുട്ടികളെ വിടുക. പിന്നെ 3D പ്രിൻ്റർ എന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാരെല്ലാം 3D പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഓരോ ടെക്നോളജി പറയുന്നുണ്ട്. ആ ലെവലിലാണ് അതേപോലെ റോബോട്ടിക്സ് എല്ലാം എന്ന് വെച്ചാൽ ഫുൾ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ റോബോട്ടിക്സിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ റോബോട്ടിക്സിൻ്റെ എന്ന് വെച്ചാൽ ഒന്ന് മെയിനായിട്ട് ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതായത് വേറെ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് റോബോട്ടിക്സ് ട്രെയിനിങ് ചെയ്യുക, അത് ഫ്രഷേഴ്സായ ടീമിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് പറയാണ്, പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്, ആക്ച്വലി നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതായത് അവിടെ പോയി ചോദിക്കുന്നുണ്ട് അവിടുത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതിൽ നിങ്ങൾ ചോദിച്ചിട്ട് വേണം അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ജോയിൻ ചെയ്യുന്നത്, അതായത് അവരടുത്തില്ലെങ്കിൽ അവരുടെ ചോദിക്കുക ഇൻഡസ്ട്രി എക്സ്പീരിയൻസിന് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ അവരുടെ, എന്നിട്ട് മാത്രം ജോയിൻ പാടും. ഇപ്പോൾ CNC ട്രെയിനിങ് ആയിക്കഴിഞ്ഞാലും, അതേപോലെ റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാലും, 3D പ്രിൻറ്റിങ് ആയിക്കഴിഞ്ഞാലും എല്ലായിടത്തും, അതായത് 3D പ്രിൻറ്റിങ്ങിനും കുറേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ ആക്ച്വലി കുറേ ആൾക്കാർക്ക് ഇതേപോലെ ഒന്നും അറിയാണ്ട് വന്നിട്ട്, അതായത് പൈസ ഉണ്ടാക്കാന്നുള്ള മണി മൈൻഡഡ് ടീമാണ് എല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ ഇവർ ചെയ്യുന്ന ടെക്നോളജി ട്രെയിനിങ് എല്ലാം വളരെ വൾഗറാണ്. പക്ഷേ എൻ്റെ അടുത്ത് 2-3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് ട്രെയിനിങ് ഒരു പല ട്രെയിനിങ് സെൻ്ററിൽ പഠിച്ചിട്ട് വന്നിട്ട്. പക്ഷേ അവിടെ ചോദിക്കുമ്പോൾ ഒറ്റ ടെക്നോളജി മാത്രമേ ഉള്ളൂ. ഇത് 3D പ്രിൻറ്റിങ്ങിൻ്റെ ചോദിച്ചാൽ ഒറ്റ ടെക്നോളജി മാത്രമേ അവർക്ക് അറിയും, വേറെ ഒന്നും അറിയില്ല. CNCൻ്റെ പറഞ്ഞാൽ നമ്മൾ സിമുലേഷനിലാണ് ചെയ്തതാണ്, നമുക്ക് മിഷൻ്റെ നമുക്കറിയില്ല. പിന്നെ അതേപോലെ റോബോട്ടിക്സ് ചോദിച്ചപ്പോൾ സാർ നമ്മളൊരു കിറ്റ് ഉണ്ടായിരുന്നു, കിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് ചെയ്തത്. ഏതോ ഒരു കിറ്റിൻ്റെ മുകളിലാണ് ഇവർ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ആക്ച്വലി, അതായത് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. പക്ഷേ ഇതേപോലത്തെ ആൾക്കാർക്ക് പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ. റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാലും, 3D പ്രിൻറ്റിങ് ആയിക്കഴിഞ്ഞാലും, CNC ആയിക്കഴിഞ്ഞാലും നമുക്ക് ഇതുണ്ട്, ആൾക്കാരെ വേണം, ഇഷ്ടംപോലെ ആൾക്കാർ ആവശ്യമുണ്ട്. പക്ഷേ ഈ ലെവലിൽ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പം എന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മെയിനായിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ ആൾക്കാർ ഒന്നും അറിയാത്തവനെല്ലാണ് ഇപ്പം മറ്റേ 3D പ്രിൻറ്റിങ്ങും, അതേപോലെ CNC പ്രോഗ്രാമിങ്ങും, അതേപോലെ റോബോട്ടിക്സിൽ ചെയ്ത് ആ നടത്തുന്ന ഡയറക്ടറെ
ഡയറക്ടർ ഇത് നോക്കിക്കഴിഞ്ഞാൽ വരെ, അല്ലെങ്കിൽ അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന അവർക്ക് പോലും ഇതിനെ പറ്റിയിട്ട് ഒരു ഇൻഡസ്ട്രീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ 3D പ്രിൻറ്റിങ്ങിനെ പറ്റിയിട്ടോ 3D സ്കാനിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റോബോട്ടിക്സിനെ പറ്റിയിട്ടോ അതേപോലെ CNC ലെവലിലോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നത്. അത് ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഫുള്ള് ഞാനിത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞത്. അതായത് കുട്ടികളെ അതായത് കുട്ടികളെ ആക്ച്വലി ഇവരുടെ നിന്ന് കുട്ടികളുടെ നിന്ന് പൈസയും മേടിച്ചിട്ട് കുട്ടികളെ ചീറ്റ് ചെയ്യുക ഇവർ. അങ്ങനത്തെ ടീം. അത് CNC പ്രോഗ്രാമിംഗ് ആയിക്കഴിഞ്ഞാലും 3D പ്രിൻറ്റിങ് ആയിക്കഴിഞ്ഞാലും അതേപോലെ റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാൽ റോബോട്ടിക്സിലെല്ലാം ഭയങ്കരം ചീറ്റിങ്ങാണ്. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ റോബോട്ടിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള നടത്തുന്ന ഏതെങ്കിലും, അതായത് CNC പ്രോഗ്രാമിംഗ് ആയിക്കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും 3D പ്രിൻറ്റിങ് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നടത്തുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പേരൻസും സ്റ്റുഡൻസും നോക്കേണ്ടത്, നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എത്ര കൊല്ലം 3D പ്രിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ CNC പ്രോഗ്രാമിങ്ങിലോ അതേപോലെ റോബോട്ടിക്സിലോ എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് ചോദിച്ചിട്ട് മാത്രമേ ജോയിൻ പാടുള്ളൂ. അല്ലാണ്ട് വെറുതെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വെറുതെ ഒരാളെ ടോയ്സ് കിട്ടും, ഇഷ്ടംപോലെ ടോയ്സ് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അത് സാധനം ഇത് പഠിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. CNC പ്രോഗ്രാമിങ് അതേപോലെ തന്നെയാണ്. ഇവർ എന്തെല്ലോ ഒന്ന് പഠിപ്പിക്കും, 3D പ്രിൻറ്റിങ്ങിനും ഒന്ന് പഠിപ്പിക്കും. അപ്പോൾ ലെവലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പേരൻസ് ആയിക്കഴിഞ്ഞാലും സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞാലും ശ്രദ്ധിക്കുക. നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഡിജിറ്റൽ മാനുഫാക്ചറിങ്, ഡിജിറ്റൽ ഇന്ത്യയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ അവരുടെ ഫാക്കൽറ്റീൻ്റെ എക്സ്പീരിയൻസ് ചെക്ക് ചെയ്തിട്ട് മാത്രം ജോയിൻ ചെയ്താൽ മതി. അതായത് അവരുടെ അടുത്ത് അവർ ആക്ച്വലി അവിടെ പോയിട്ട് നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുക, ഫാക്കൽറ്റീൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ. ഒറ്റ കാണിക്കൂല. അല്ല അപ്പോൾ ഈ 3D പ്രിൻറ്റിങ് ആയിക്കഴിഞ്ഞാലും 3D സ്കാനിങ് ആയിക്കഴിഞ്ഞാലും അതുപോലെ CNC ആയിക്കഴിഞ്ഞാലും റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാലും CNCയിലും ഇഷ്ടം പോലെ ആൾക്കാരെ പറ്റിക്കുന്നതാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം ഭരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി എനക്കറിയുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് ഫ്രഷേഴ്സിനെ വെച്ചിട്ട് ട്രെയിനിങ് ചെയ്യുന്നത്. നമുക്ക് ചിരി വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക. CNC ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. ഇപ്പോൾ അതേപോലെ നമ്മളിവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ബാംഗ്ലൂരിൽ പിനിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 25 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഇത് കണ്ടുകൊണ്ട് പല കുട്ടികൾ, കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. CNC പ്രോഗ്രാമിങ്ങിൻ്റെ ഇതിന് ഓപ്പറേറ്റർ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ അവരൊരു അത് 3D പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ടീമിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു, റോബോട്ടിക്സ് ടീമിൻ്റെ എടുത്ത സമയത്ത് അവരെ ഒരു പ്രോബ്ലമാണ് ആക്ച്വലി അവിടെ വന്നപ്പോൾ അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും ഈ 3D പ്രിൻറ്റിങ്ങോ 3D സ്കാനിങ്ങോ അല്ല റോബോട്ടിക്സോ CNC മെഷീനിങ്ങെല്ലാം അവിടെ പോകുന്ന സമയത്ത് ജോയിൻ സമയത്ത് അവരുടെ അടുത്ത് ഫാക്കൽറ്റീൻ്റെ എക്സ്പീരിയൻസ് എന്നാൽ ചോദിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഏത് ട്രെയിനിങ് സെൻ്ററാണെങ്കിലും അവരുടെ ചോദിക്കുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ അവരുടെ അടുത്ത്. അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് പഠിക്കുന്നതാണ്. അതായത് ഇവരെല്ലാം പൈസ കൊടുത്തിട്ട് 10,000, 40,000, 50,000, 60,000 കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരെ ഇവരെല്ലാം CNC പ്രോഗ്രാമിങ്ങും അത് റോബോട്ടിക്സ് എല്ലാം പഠിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അതായത് അവിടെ ചോദിച്ചിട്ട്, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയാം അവർക്ക്, ഈ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റിൻ്റെ അടുത്ത്. അങ്ങനത്തെ ഒരു ഫാക്കൽറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് കാലമായിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. നമ്മുടെ അടുത്തുള്ള ഫാക്കൽറ്റീസ് എല്ലാം 25 ഇയേഴ്സിൻ്റെ 15 ഇയേഴ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ക്വാളിറ്റി ലെവലിൽ നമ്മൾ ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ കോളേജിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അവരോട് ചോദിച്ചിട്ട് വേറെ പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.